സോ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ഒരു പുതിയൊരു വേക്കൻസി വന്നിട്ടുണ്ട്. ഇപ്പം ഒരു ഓഫീസർ ലെവൽ എൻട്രിയാണിത്. അപ്പം അത് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു ബി ടെക്കോ അല്ലെങ്കിൽ BE പഠിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ LLB ലോ പഠിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇത് വരുന്ന ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡേറ്റ് നോക്കാം. അപ്പം 9 ഓഗസ്റ്റ് തൊട്ട് 1 സെപ്റ്റംബർ വരെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇതിൽ വരുന്ന വേക്കൻസി എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാണ് എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്, താഴെ വരുന്നതാണ് എഡ്യൂക്കേഷൻ ബ്രാഞ്ച്, പിന്നെ ടെക്നിക്കൽ ബ്രാഞ്ച്. ഓക്കെ, അപ്പം ഇതിൽ വരുന്നത് എക്സിക്യൂട്ടീവ് ഹൈഡ്രോ, പൈലറ്റ്, നാവൽ, എയർ ഓപ്പറേഷൻസ്, ATC കൺട്രോളർ, ലോജിസ്റ്റിക്സ്, പിന്നെ ഇൻസ്പെക്ടർ, ലോ എഡ്യൂക്കേഷൻ, പിന്നെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്, ഇലക്ട്രിക്കൽ, നാവൽ ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മെൻ ആൻഡ് വുമൻ രണ്ടുപേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും കൂടുതലും പോസ്റ്റ് കാണിക്കുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലാണ്. GSX ഹൈഡ്രോ 57 ഇതാണ് പോസ്റ്റ് കാണിക്കുന്നത്. അതിനകത്ത് 6 വേക്കൻസി ആയിരിക്കും GS പോർഷനിൽ നമ്മുടെ വിമന് വരുന്ന 2 വേക്കൻസി. അങ്ങനെ മൊത്തം 8 വേക്കൻസി, 57 8 വേക്കൻസി കാണും ഫീമെയിലിന് മാത്രം. ഓക്കെ, പിന്നെ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് 2001 തൊട്ട് 2007 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ബി ടെക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ BE ഇപ്പം ഫൈനൽ ഇയറോ അല്ലെങ്കിൽ നിങ്ങൾ BTech കഴിഞ്ഞ ആൾക്കാരാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ 60% മാർക്സ്, ഇതിനകത്ത് നിങ്ങൾ ഏത് ബ്രാഞ്ച് അപ്ലൈ ചെയ്യണം തന്നെ നിങ്ങൾക്ക് 60% മാർക്സ് നിങ്ങളുടെ BTechലോ അല്ലെങ്കിൽ BE കാണേണ്ടി വരും. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. പിന്നെ കുറച്ച് മാറ്റമുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലോ ഇതാണ് എ ഡിഗ്രി ഓഫ് ലോ ക്വാളിഫിക്കേഷൻ ഫോർ എൻറോൾമെൻറ്റ് ആസ് എ അഡ്വക്കേറ്റ് അണ്ടർ അഡ്വക്കേറ്റ് ആക്ട്. അതിൽ നിങ്ങൾക്ക് LLBയിൽ നിങ്ങൾക്ക് ഒരു 55% നിങ്ങൾക്ക് ഒരു മാർക്സ് വേണ്ടി വരും. ഓക്കെ, പിന്നെ നിങ്ങൾ അതുപോലെ കാൻഡിഡേറ്റ് അപ്ലൈഡ് ഫോർ ദ എൻട്രി ഷുഡ് ബി ഫ്രം എ കോളേജ് യൂണിവേഴ്സിറ്റി ഓർഗനൈസ്ഡ് ബൈ ദി ബാർ കൗൺസിൽ. അതിന് അണ്ടർ വരുന്ന ഒരു കോളേജിൽ ആൾക്കാർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ. ഇതിൽ വരുന്ന മൊത്തവും നിങ്ങളിപ്പം MSc വിത്ത് 60% ഇൻ മാത്സ് ഓപ്പറേഷണൽ റിസർച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് 7 വേക്കൻസി കാണും. നിങ്ങൾ പഠിച്ചത് BTech BTech പിന്നെ അതുപോലെ BE മെക്കാനിക്കൽ പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾക്ക് 8 വേക്കൻസി കാണും. ഇതിലെല്ലാം വേക്കൻസിയിലും മെന്നും വിമനും രണ്ടിലും വേക്കൻസി ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ, ഇതിനകത്ത് നമ്മുടെ പൈലറ്റ് ഉണ്ട് 24 വേക്കൻസി വരുന്നത്. പക്ഷേ പൈലറ്റിന് നമുക്ക് ഫിസിക്സും മാത്സും കമ്പൽസറി ആണ് നമ്മുടെ 11th. ഇത് നിങ്ങൾക്ക് ഫിസിക്സും മാത്സും നിങ്ങൾക്ക് വേണ്ടി വരും. ഓക്കെ, പിന്നെ നമുക്ക് താഴെ നോക്കുമ്പം പിന്നെ NCC ഹോൾഡറാണ് നിങ്ങൾക്കൊരു 5%. നിങ്ങൾക്ക് ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പം 60% കൗൺസിലായിരിക്കും, അപ്പം 55 ആയിരിക്കും. അപ്പോൾ അവർക്ക് NCC നിങ്ങൾക്ക് C ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5% നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മെയിൻ ലിങ്ക് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഞാൻ പറഞ്ഞില്ല, ഈ എല്ലാ പോസ്റ്റിനും മെയിൻ ഒരു കോമൺ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു BTechോ അല്ലെങ്കിൽ BE വേണം. ഓക്കെ, പിന്നെ അതുപോലെ ഇതിന് എക്സാം ഫീസോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യുന്നതിന് ഫീസില്ല, 0 ഫീസാണ് ഇതിൻ്റെ ഫോം ഫില്ലിങ്ങിൻ്റെ. ഇത് നിങ്ങൾക്കൊരു 12 വർഷത്തെ ഒരു സർവീസ് ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങളുടെ 2 വർഷം വേണം നിങ്ങൾക്ക് എക്സ്ട്രാ വർക്ക് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 14 ഇയേഴ്സ്. നമ്മുടെ SSC ടെക് പോലെ തന്നെയാണിത്, ആർമിയുടെ 14 ഇയേഴ്സ് സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ നേവിക്കകത്ത് നിങ്ങൾ അവിടെ നിന്ന് ഇൻ്റർവ്യൂവിൽ റെക്കമെൻഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റിൻ ആവാൻ ഭയങ്കര ഈസിയാണ്. എന്ന് വെച്ചാൽ ഈ നേവിക്കാർ മെറിറ്റ് ഔട്ട് അവർക്കില്ല. അപ്പോൾ ആരൊക്കെ ഇത് റെക്കമെൻഡ് ആവുമോ അവർക്കെല്ലാം ഇതിനകത്ത് നമുക്ക് അക്കാഡമി ജോയിൻ ചെയ്യാൻ പറ്റും. അതാണ് നേവിയുടെ പ്രത്യേകത. ആരൊക്കെ അവർ റെക്കമെൻഡ് ചെയ്യുന്നു അവരെല്ലാം മെറിറ്റിനാവുകയും ചെയ്യും. ആരും മെറിറ്റ് ഔട്ട് ആവത്തില്ല. ഓക്കെ,
സോ നിങ്ങൾ ജസ്റ്റ് ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് കമ്പയർ ചെയ്യുക നിങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ. നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ പറ്റുമെങ്കിൽ ഓഗസ്റ്റ് മാസം തന്നെ നിങ്ങൾ പെട്ടെന്ന് ഈ ഫോം അപ്ലൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം.